ഹലോ എവരിവൺ. സോ നീറ്റ് പോലുള്ള ഒരു കോമ്പറ്റീവ് എക്സാമിന് സ്ഥിരമായി കാണുന്ന ഒരു ചോദ്യമാണ് മാച്ച് ദ ഫോളോയിങ്. സോ ഇവിടെ മാച്ച് ദ ഫോളോയിങ്ങിലെ കോൺസെപ്റ്റ് അല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ മാച്ച് ദ ഫോളോയിങ് ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുന്നത്. നോർമലി നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഇനി അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറയാം. അപ്പോൾ നമുക്ക് ഈ മാച്ച് ദ ഫോളോയിങ്ങിൽ 4 സ്റ്റേറ്റ്മെൻറ്റുകൾ ഈ സൈഡിൽ കോളം 2 ആയിട്ട് മാച്ച് ചെയ്യണം. അപ്പോൾ കോളം 1 എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയണമെന്നൊരു നിർബന്ധമില്ല. പക്ഷേ നിങ്ങൾക്ക് ജസ്റ്റ് എലിമിനേഷൻ മെത്തേഡ് എന്നുള്ള ലോജിക്ക് ഉപയോഗിച്ചുകൊണ്ട് വെറും 2 സാധനങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ആൻസറെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ, അഡിയബാറ്റിക് പ്രോസസ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഒരു ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കാത്ത പ്രോസസ് വിളിക്കുന്നതാണ് അഡിയബാറ്റിക് പ്രോസസ്. അപ്പോൾ നോ ഹീറ്റ് എക്സ്ചേഞ്ച് കാണുന്ന ഓപ്ഷൻ നോക്കുമ്പോൾ നോ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഓൺലി എന്ന് കാണുന്നത് എവിടെയാണ്? ഡിയിലാണ്. സോ ഞാൻ നേരെ എന്ത് ചെയ്തു? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡി ആയിട്ട് മാർക്ക് ചെയ്തു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡി ആയിട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്തായി? സെക്കൻഡ് ഓപ്ഷനും തേർഡ് ഓപ്ഷനും ഞാൻ എലിമിനേറ്റ് ചെയ്തു. രണ്ടാമത് ഞാൻ നോക്കുമ്പോൾ ഐസൊലേറ്റഡ് സിസ്റ്റം. എനിക്കറിയില്ല ഐസൊലേറ്റഡ് സിസ്റ്റം എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ പറയാം, ജസ്റ്റ് നിങ്ങളോട് പറയണം, പെട്ടെന്ന് വായിച്ചാൽ എനിക്ക് മനസ്സിലാവുന്നത് എന്താണ്. ഞാൻ മൂന്നാമത് ഐസോതെർമൽ നോക്കി. ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ എന്താ? കോൺസ്റ്റന്റ് ടെമ്പറേച്ചറാണ്. സോ 3A വരണം. 3A വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ട്? 3A വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. സോ ഓപ്ഷൻ 1 ഈസ് റൈറ്റ് ആൻസർ. അപ്പോൾ അങ്ങനെ നമുക്ക് വെറും 2 ടേമുകൾ കൊണ്ട് തന്നെ ആൻസർ കണക്ട് ചെയ്യാം. ഇനി വേണമെങ്കിൽ ബാക്കിയുള്ളത് വായിച്ചു നോക്കാം. ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്ന സമയത്ത് നോ എക്സ്ചേഞ്ച് ഓഫ് എനർജി ആൻഡ് മാറ്റർ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ഫസ്റ്റ് ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ് നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ടൈമുകളും ഇരുന്ന് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആക്കേണ്ട ആവശ്യമില്ല. സോ ഗൈസ്, താങ്ക് യു. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു.